അടുത്ത കാലത്ത് ഇൻ്റർനാഷണൽ മീഡിയാസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ചൈനയിലുള്ള ത്രീ ഗോർജസ് ഡാം കൊളാപ്സ് ആയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി. ആ ഡാം അത്രമാത്രം വലുതായതിനാലാണ് ഇങ്ങനെ ഒരു ചർച്ചയുടെ പ്രാധാന്യം. ത്രീ ഗോർജസ് ഡാമിൻ്റെ നീളം ഏതാണ്ട് 2.5 കിലോമീറ്ററും അതിലെ വെള്ളത്തിൻ്റെ വോളിയം 39.3 ക്യൂബിക് കിലോമീറ്ററും ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണിത്. ചൈനയിലെ യാങ്സെ നദിയുടെ കുറുകെയാണ് ഈ ഡാം പണിഞ്ഞത്. 1994 തുടങ്ങിയ ഡാമിൻ്റെ പണി തീർത്തത് 2003 22,500 മെഗാവാട്ട്സ് വൈദ്യുതി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ഡാമിന്. ഈ ഡാമിനെ പറ്റി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ഡാമിൽ ഒരേ സ്ഥലത്ത് കെട്ടിവെച്ചിരിക്കുന്ന ഇത്രയും വെള്ളത്തിൻ്റെ മാസ് കാരണം നമ്മുടെ ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കുറയുന്നു എന്നതാണ്. ഇതിനെപ്പറ്റി നാസ പഠനം നടത്തി പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഡാം എങ്ങനെ ഭൂമിയുടെ കറക്കത്തെ ബാധിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം പറയാം. ഐസ് റിങ്കിലും മറ്റും സ്കേറ്റിംഗ് നടത്തുന്ന ആളുകൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ അവരുടെ കൈകൾ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സമയം അവർക്ക് വളരെ വേഗത്തിൽ കറങ്ങാൻ സാധിക്കുന്നു. എന്നാൽ കൈകൾ ഇരുഭാഗത്തേക്കും വിടർത്തിയാൽ അവരുടെ കറക്കത്തിൻ്റെ വേഗത കുറയ്ക്കാനും പറ്റുന്നു. കാരണം കൈകൾ വിടർത്തി പിടിക്കുമ്പോൾ കറങ്ങാനുള്ള വേഗതയെ റെസിസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മറിച്ച് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേഗത്തിൽ കറങ്ങാൻ സാധിക്കുന്നത് അവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയുന്നത് കൊണ്ടാണ്. ഇതേ കാര്യമാണ് ഇവിടെ ഭൂമിയുടെ കറക്കത്തിലും സംഭവിക്കുന്നത്. ഒരു ഡാം കെട്ടുന്നതിന് മുമ്പേ അവിടെയുള്ള വെള്ളം യാതൊരു തടസ്സവും കൂടാതെ എല്ലാ ദിക്കിലോട്ടും ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഡാം കെട്ടിയതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും വളരെയധികം വെള്ളം ഒരേയിടത്ത് കെട്ടി നിൽക്കുകയും ചെയ്യപ്പെടുന്നു. ത്രീ ഗോർജസ് ഡാമിൽ കെട്ടിവെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ മാസ് എന്നത് 40 ലക്ഷം കോടി കിലോഗ്രാമാണ്. ഈ ഡാമിൻ്റെ ഹൈറ്റ് എന്നത് സമുദ്രനിരപ്പിൽ നിന്നും 181 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ ഇത്രയും അധികം മാസ് 181 മീറ്റർ ഉയരത്തിൽ എർത്തിൻ്റെ ആക്സിസിൽ നിന്നും മാറി നിലനിൽക്കുന്നതിനാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുകയും എർത്ത് റൊട്ടേഷൻ കുറച്ച് കുറയുകയും ചെയ്യുന്നു. അതായത് 0.06 മൈക്രോ സെക്കൻഡ് കുറവ് ഭൂമിയുടെ കറക്കത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് റിസർച്ചിൽ പറയുന്നു. ഭൂമിയുടെ മാസ് എന്നത് 6 × 10⁻24 കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡാമിൻ്റെയോ നമ്മൾ പണിയുന്ന കെട്ടിടങ്ങളുടെയോ ഭൂമിയുടെ പോപ്പുലേഷൻ കൂടുന്നത് വഴിയുള്ള ഭാരമോ ഒന്നും തന്നെ ഭൂമിയുടെ മാസിനെ വെച്ച് നോക്കിയാൽ അധികമാവുന്നില്ല. അതിനാൽ തന്നെ ഭൂമിയുടെ കറക്കത്തിലുള്ള ഇത്ര ചെറിയ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഇപ്പോഴുള്ള ടെക്നോളജി വഴി നമുക്ക് ഈ വേഗത വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. നാച്ചുറലായി നടക്കുന്ന അതിതീവ്രതയുള്ള എർത്ത് സുനാമി വഴിയൊക്കെ ഭൂമിയുടെ വേഗത ഇതേപോലെ കുറഞ്ഞതായി കണ്ടിട്ടുണ്ട്. അതേപോലെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ആകർഷണം വഴിയും റൊട്ടേഷൻ സ്പീഡ് കുറയുന്നു. ഇതിനെപ്പറ്റി എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.